അപ്പം ഇത് എല്ലാം കൂടി ഞാനൊരു ഒറ്റ സെറ്റ് തന്നെ ആക്കി ഇട്ടിട്ടുണ്ട്, രണ്ടാക്കി ഇട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ നല്ല ശബ്ദമൊക്കെ വരുന്നില്ലേ? സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വാസമുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പം അത് ഞാൻ ഇതിൽ പറയുന്നില്ല, നിങ്ങൾ കണ്ട് കാണും കേട്ടോ. അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ കാണും കേട്ടോ. അത് സ്പെഷ്യലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കത് കിച്ചണിലോട്ട് പോയാലോ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ മക്കളെല്ലാവരും സ്കൂളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും സമയം കിട്ടുന്ന പോലെയൊക്കെ നിങ്ങൾ ഒന്ന് കിച്ചണിലോട്ടൊക്കെ കയറി ആമിൻതാത്താൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഓക്കെ. അപ്പം ഇതൊരു 3/4 കിലോ ലിവറുണ്ട്. ഇത് ശരിക്കും ഒരു പോത്തിൻ്റെ ലിവറാണ്. പോത്ത് നമ്മൾ സാധാരണ ആടിൻ്റെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക, പക്ഷെ ഇത് പോത്തിൻ്റെ ലിവറാണ്. എനിക്ക് ആടിൻ്റെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പോത്തിൻ്റെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലപോലെ കഴുകി ഇതുപോലെ ഓരോ പീസാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു തിളച്ച വെള്ളത്തിലോട്ട് ഇത് വീണ്ടും നമ്മളത് ഇട്ടിട്ട് ആ വെള്ളം ഊറ്റിക്കൊണ്ടുവരും. അപ്പം ഞാനത് നല്ലപോലെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്, നല്ല ബീഫ് ലിവർ കൊണ്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഞങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല സാധനങ്ങളും ചേർക്കും, എന്നിട്ട് പിന്നെ അത് വിട്ടുപോയി എന്നൊന്നും പറയരുത് കേട്ടോ. അപ്പം ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് വേണം ഞാനപ്പോൾ ഇതൊന്ന് ഗ്യാസിലോട്ട് വെക്കാൻ വേണം. അപ്പം ഞാനിത് കഴുകണതിന് മുമ്പ് ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പുപൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷമാണ് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തത് കേട്ടോ. അപ്പം ഞാനിതിവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ചോര വെള്ളമൊക്കെ ശരിക്കും ഉണ്ടാവുമല്ലോ, ലിവർ എന്തായാലും ചോര വെള്ളം ഉണ്ടാവുമല്ലോ, അതൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അലുവ കഷ്ണം കണ്ടിക്കുന്ന പോലെയാണ് ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കണം. 2-3 പീസ് ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അതുപോലെ തന്നെ ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. ഇത് എപ്പോഴും ഞാൻ പറയുന്ന ഓരോ ഐറ്റമും പെൺകുട്ടികളാരും പഠിച്ചിട്ടില്ല, അതെനിക്കറിയാം. അതിലൊരു ഫർസാന എന്ന് പറഞ്ഞ കുട്ടി എന്നോട് പറയും, ഫർസാനല്ലേ ഇതിലിടുന്നത്, സ്റ്റാറ്റസിലിടുന്നത്, ആ കുട്ടി പറയും എന്നോട് ഞാൻ അതുണ്ടാക്കിയത് വേറെ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി കനം കുറയാനും പാടില്ല, എന്നാൽ ഒത്തിരി കനം കൂടാനും പാടില്ല. ഇങ്ങനെ നമ്മളുടെ അവിയലിനൊക്കെ നമ്മൾ ചേനയൊക്കെ കണ്ടിക്കില്ലേ, ആ പരുവത്തിൽ വേണം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ ഇതുപോലെ. പിന്നെ ഇതിൻ്റെ മേലെ ഒരു വെളുത്തൊരു പാട പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ ലിവറിൻ്റെ, അത് നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും. അത് പൊളിച്ച് കളഞ്ഞാൽ നല്ലതാണ്. ചിലവർ കളയാറില്ല, ഞാനത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ അവിയലിൻ്റെ കഷ്ണങ്ങൾക്ക് അരിയണ പോലെ ഞാനിവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ അലുവ കഷ്ണം പോലെ അത് കൊണ്ടിരിക്കാം അലുവ കഷ്ണം പോലെ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് 3/4 കിലോനാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു കഴുകി വൃത്തിയാക്കുള്ളത് ഒരു ബേസനുണ്ട്. ഈ ബേസനിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാ, പൊട്ടിച്ചിട്ട് 2 മുട്ട ഇതിലോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞേ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് കഴിക്കുന്നേ. അപ്പോൾ 2 മുട്ട ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആശാനിക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് തിന്നണം, എന്നാൽ അത്യാവശ്യം കൂടെ സാളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് പറ്റൂല. അപ്പോൾ ഇത് മുട്ട 2 പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഈ മുട്ട ആദ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ 2 മുട്ടയിലേക്ക് ഇടേണ്ട ആശം പോയേട്ടാ. ഈ മുട്ട ഒന്ന് അടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ടത്, ഞാനൊരു കഷ്ണം ഇഞ്ചിയും
അതേപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കാരണം ബീഫിൻ്റെ സാധനങ്ങൾ നമുക്ക് വെളുത്തുള്ളി നല്ലപോലെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ബീഫ് കറിയാണെങ്കിലും ബീഫിൻ്റെ എന്ത് സാധനം തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ, ഇത് പേസ്റ്റായിരുന്നു കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടിരുന്നത്. ഇതിലോട്ട് നമ്മൾക്ക് വേണ്ടത്, അതിലോട്ട് വീഴുന്നോർത്തിട്ടാണ്, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് കലക്കി എടുത്തില്ലെങ്കിലേ പിന്നെ കുറച്ച് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ തീരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, മറ്റേ വേവിക്കാനൊന്നും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് തോന്നരുത്, ആരും എനിക്ക് ഇതുപോലെ എന്നോട് ചോദിച്ചിട്ട് കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടോന്ന്. ഒരിക്കലും ഇല്ല. ഞാനിങ്ങനെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഉപ്പൊക്കെ പാകം തന്നെയാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കോൺഫ്ലവർ നമ്മൾക്കൊരു 3 ടേബിൾ സ്പൂണോളം. അത് നമ്മൾക്കിങ്ങനെ നല്ലപോലെ ഇളക്കിയെടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ചേർക്കണതിൻ്റെ കാര്യം. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പണിയാവും, നിങ്ങൾക്കും തെറ്റിപ്പോകും. പിന്നെ അതിട്ടോ ഇതിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും കൺഫ്യൂഷനാവും. ഞാൻ അത് ഇടാൻ വിട്ടുപോയാൽ ഞാൻ ഇത്തിരി ഓർമ്മപ്പശവ് കൂടിയ ഒരാളായേക്കണാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും. പിന്നെ നമ്മൾക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി. ഞാൻ അരിപ്പൊടി അല്ലെങ്കിൽ ലേശം ഇതേ അളവിൽ തന്നെ ഇത്തിരി മൈദപ്പൊടി എടുത്താലും മതി. ഞാൻ നല്ല ക്രിസ്പി ആയിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത്. അതും ഇട്ടിട്ട് നല്ല പോലെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഞാനൊന്ന് ഇത് കൂട്ടി യോജിപ്പിക്കട്ടെ. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇനി വേണ്ടത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അതും ഇളക്കിയതിന് ശേഷം ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് 1 ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂണോളം ഓയിൽ. അതും ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കിനി വിടിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്നുകൂടി കൈ വെച്ചിട്ടൊന്ന്, നമ്മൾക്ക് മറ്റേ ഡിസ്ക് വെച്ചിട്ട് ചെയ്തില്ലേ, ഇനിയിപ്പോൾ കൈ വെച്ചൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ലിവർ നമ്മൾ ഇറച്ചി പുരട്ടുന്ന പോലെ പറ്റില്ല, കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ആദ്യം ഇങ്ങനെ പുരട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു പോകും. നമ്മൾ ലിവർ മറ്റുള്ളതുപോലെ പറ്റില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ വേണം നമ്മളിങ്ങനെ പുരട്ടി എടുക്കണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. കാരണം ഇറച്ചിയാണെങ്കിൽ അതുപോലെ ഒടിയില്ല, പക്ഷെ ലിവർ നുറുങ്ങിപ്പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം പുരട്ടി നല്ല പോലെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഇരിക്കണം, ഒടിഞ്ഞു പോവരുത്. അപ്പോൾ നമ്മൾ അതുപോലെ വേണം മസാല പതുക്കെ വേണം തേച്ച് കൊടുക്കാൻ. മറ്റേ ബീഫ് നമ്മൾ സാധാ ഇറച്ചി ഇങ്ങനെ ഉരുട്ടി പിഴണ പോലെ നമ്മൾ ലിവർ ചെയ്യരുത്. അപ്പോൾ നമ്മൾക്കിതിവിടെ അടച്ച് വെക്കാം. ഇത് ഏകദേശം ഞാൻ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് തീർത്താണെങ്കിൽ മാക്സിമം അരമണിക്കൂറുണ്ട്. അതിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എൻ്റെ മസാലക്കരി പിടിക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മൾക്കിത് കറക്റ്റ് 1 മണിക്കൂറാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ അതെ ഞാൻ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മസാലക്കൂട്ടൊക്കെ ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ ഞാനിതിങ്ങനെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല 1-2 സാധനങ്ങൾ ഇതിൽ ചേർക്കോട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലാണ് അയ്യോ ഇതൊക്കെ ചേർത്തപ്പോൾ എന്ത് രസമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു കള്ളത്തരങ്ങളൊക്കെ ഇതിൽ കൂട്ടും. അത് നിങ്ങൾ കാണണം കേട്ടോ.
അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഓയിലാണ് ചേർക്കുന്നത്. ഓയിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ചേർക്കുന്ന പോലെ തന്നെ കൊളസ്ട്രോൾ ഫ്രീ ആയ തവിട് ഓയിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം ഇതിൽ കിടന്നിട്ട് ഫ്രൈ ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഓയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് നല്ലപോലെ ചൂടാവണം. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വേണം തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാൻ. അതിന് മുമ്പായിട്ട് എണ്ണ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. അപ്പം ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ വിതറിട്ട് ഇട്ട് കൊടുക്കണം. കട്ട കുത്തി പോവരുത്. അപ്പം നിങ്ങളിത് ഫുള്ളും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഇതിങ്ങനെ കുറേശ്ശെ നമുക്ക് ചിലപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ട് ഇടേണ്ടി വരുമോ, ഒറ്റ ഇതിൽ തന്നെ ഇടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പം ഇത് എല്ലാം കൂടി ഞാനൊരു ഒറ്റ സെറ്റ് തന്നെ ആക്കി ഇട്ടിട്ടുണ്ട്, 2 ആക്കി ഇട്ടില്ല. അപ്പം ഇത് നമ്മൾക്കിങ്ങനെ മൊരിഞ്ഞ് വരട്ടെ. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇളക്കാൻ പാടുള്ളൂ. ഇട്ട ഉടൻ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ലിവർ ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് പോലെ ഇറച്ചി പോലെയല്ല. അപ്പം ലിവറിന് പ്രത്യേകം വേവ് കുറഞ്ഞൊരു സാധനമാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊന്നായി വരട്ടെ. അപ്പം നമ്മളുടെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇനി എല്ലാ വശവും നല്ലപോലെ അങ്ങോട്ട് ക്രിസ്പി പോലെ അങ്ങോട്ട് ആവട്ടെ. അപ്പം നമ്മളുടെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? എണ്ണ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഞാൻ വേറെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളത് കൂടി കോരിയെടുക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ വേറെ ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ സ്പെഷ്യലാണത്. അപ്പം ഇത് ഞാൻ ഫുള്ളും കോരിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് വേറെ സാധനം ചേർക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതിലെ മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്ന സാധനമാണത്. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുന്നിട്ട് വേണം. കറിവേപ്പില കോരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ഒന്ന് പൊരിഞ്ഞു വരട്ടെ. അപ്പോൾ ഞാൻ കറിവേപ്പില ഫ്രൈ ചെയ്തത് എന്നാ പറയണത് നമ്മളുടെ ഈ ലിവറിലോട്ട് ഇട്ട് കൊടുക്കുക. ചിരിച്ചോണ്ടിരിക്കുന്നതാണ് എൻ്റെ വർത്തമാനം കേട്ടിട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതെ, ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ്. എന്ത് ചെയ്യാനാണ്, പ്രായത്തിൻ്റെ എനിക്ക് വയസ്സായില്ലേ. അപ്പോൾ ഇനി ഇതിപ്പോൾ എൻ്റെ ഇത് സ്പെഷ്യൽ സാധനമാണ് കൊണ്ടാട്ടം. ഈ കൊണ്ടാട്ടം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് ഒരു 4 വറ്റൽമുളക്, 4 അല്ല 5 എണ്ണം ഉണ്ട് വറ്റൽമുളക്. ഇത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴും നല്ല മഴയായിരിക്കും. എന്താ അതിന്റെ രഹസ്യം എന്ന് അറിഞ്ഞോണ്ട്. അപ്പൊ ആ വീഡിയോയ്ക്കും ആ പറയുന്നത് മഴ മഴ കുട കുട. അതെ, അതിന്റെ ശബ്ദമാണ് ഇത് കേൾക്കുന്നത്. ഒരു അരവം പോലെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ബേക്കിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷീറ്റിലേക്ക് വെള്ളം വീഴുമ്പോഴാണ് കൂടുതൽ ശബ്ദം വരുന്നത്. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ ഈ പതഞ്ഞു വന്നതേ എന്താന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായ? ഈ നമ്മുടെ മുട്ടയുടെ വെള്ള മാത്രമാണെങ്കിൽ ഇങ്ങനെ പതഞ്ഞു പൊത്തൂല. നമ്മളതിൻ്റെ ചുമന്ന ഉണ്ണിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അതാണ് ഈ ഇടുമ്പോൾ ഇങ്ങനെ പതഞ്ഞു വന്നത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം എൻ്റെ കൊണ്ടാട്ടവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ അടിപ്പൻ സാധനമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടോ, നല്ല കരരാന്ന് കേൾക്കുന്നില്ലേ? ഇതും നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഞങ്ങളിത് തിന്നണതും കൂടി ഒന്ന് നിങ്ങൾ ദയവ് ചെയ്തിട്ടൊന്ന് കണ്ടേക്കണേ. ഞാനിപ്പോൾ അവസാന ഭാഗത്ത് വരാറില്ല അങ്ങനെ, പക്ഷെ ഇന്ന് ഞാനിതൊന്ന് കഴിക്കണം, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഓർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് വേണം. അപ്പം ഞാൻ ഇവിടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്.
അപ്പം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ല ശബ്ദമൊക്കെ വരുന്നില്ലേ? ഇനിയിപ്പോൾ ഞാൻ കാണിച്ചാൽ ഇക്കാക്ക് പറ്റൂല, പിന്നെ ഇക്കാടെ ഭാഗം ഒരു ട്രെയിനിങ് ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ, ഞങ്ങൾ കഴിക്കണത് കാണണ്ടേ? ഇപ്പം നിങ്ങൾക്ക് ശബ്ദം നിങ്ങൾക്ക് കേട്ടില്ലേ? നല്ല ക്രിസ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്രിസ്പി ബീഫ് ലിവർ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കാണണ്ടേ നിങ്ങൾ? ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്, ഈ ലിവർ എന്ന് പറയണത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യ്. അപ്പോൾ ഞാനൊരു വലിയ കഷ്ണം തന്നെ എടുത്തട്ടാ. വാഴം കൂടെ ഉണ്ടോ? ഓ, ബീഫ് ഫ്രൈ മാറി നിൽക്കുക. ഇതിൽ നല്ല കൊണ്ടാട്ടം, ഇതിന്റെ ആ മൊരി പോലത്തെ സംഭവം ഭയങ്കര ഇതാണല്ലേ. കൊണ്ടാട്ടത്തിന്റെ കൂടെ നല്ല ടേസ്റ്റ്. സംഭവം ഭയങ്കരമായിട്ട് ഇങ്ങനെ മൊരിഞ്ഞിരിക്കണ കാരണം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണ്ട അല്ലേ? ഈ കറിവേപ്പിലയും ഒരു കഷ്ണം കൂടെ തിന്നട്ടെ. ഇക്കട വാരി വെള്ളമൊക്കെ ഉണ്ടാവും, സാറില്ല ഇക്ക ക്ഷമിക്കാം. അപ്പോൾ ഒന്നുകൂടി തിന്നട്ടെ. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയണല്ലോ, ഒന്നും പറയാനില്ല. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. നമ്മുടെ ബീഫ് ഫ്രൈഡ് ഒക്കെ ഒരു ഏകദേശം ആ ഫ്ലേവർ, ആ ലിവറാണ് നമുക്ക് അറിയാനുള്ള, മനസ്സിലായോ? നമ്മൾക്കൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ്. എനിക്കിതൊക്കെ നല്ല ഫ്രൈ ചെയ്തിട്ട് നല്ല എരിവുണ്ട്. അപ്പോൾ അങ്ങനെ രസം. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ മോരേറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മോരേറിയും ചോറ് ഇതും കൂടെ ആയിട്ട് ഒരു പിടിപിടിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് എനിക്കും ഡാഡിക്കും വേണ്ടിട്ട് ഒരു പിടി പിടിക്കാനായിട്ട്. ഞാനിപ്പോ അവിടെ കൊറേ നേരം വിശന്നിട്ടും വയ്യേ. അപ്പോ ഇത് കഴിയണം. എനിക്ക് ഈ സ്മെല്ല് സഹിക്കാൻ പറ്റൂല ഈ സംഭവത്തിന്റെ ഈ പൊരിക്കണ സമയത്തുള്ളത്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കാണിക്കണം. എൻ്റെ ഷോറ് തലേന്ന് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. പെൺകുട്ടികളൊക്കെ ഇടയ്ക്കങ്ങനെ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് പഠിക്കുന്ന കുട്ടികളെ നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങളുടെ സ്വന്തം മാവിൻ്റെ താത്ത. ഓക്കെ, ബൈ.